നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അതായത് ആദ്യം ഈ 3 പേരെയും സണ്ണി ജോസഫിനെയും അടക്കം വിളിച്ചു. CLP ഭൂരിപക്ഷം ആർക്കാണ് എന്ന് നോക്കി. പിന്നീട് വർക്കിംഗ് പ്രസിഡന്റുമാരെയും വിളിച്ചു. ഇവിടെ നിന്നുള്ള മുൻ KPCC അധ്യക്ഷന്മാരെ വിളിച്ചു. അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ആശയവിനിമയം നടത്തി. ഇന്നിപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിന് തൊട്ട് മുന്നോടിയായി കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കളുമായും ഇതിനു മുൻപ് കാര്യങ്ങൾ ചോദിച്ചവരുമായും അല്ലാത്തവരുമായും അവസാന ഘട്ടത്തിൽ വീണ്ടും ഒരു ആശയവിനിമയം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. PR സുനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. PR സുനിൽ, പറയുമ്പോൾ മോശമാണ്, എന്നിരുന്നാലും വോട്ട് ചെയ്തവരോട് എല്ലാവരോടും ചോദിക്കുന്നു എന്ന നിലയ്ക്ക് എല്ലാവരോടും ചോദിക്കുകയാണ്. മധു, തീർച്ചയായും അങ്ങനെയൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. വോട്ട് ചെയ്ത എല്ലാവരുടെയും ചോദിച്ചൊക്കെയാണ് ഇനി തീരുമാനമെടുക്കാൻ പോകുന്നത് ഹൈക്കമാൻഡ് എന്ന നിലയ്ക്കൊക്കെ തന്നെ ഈ ചർച്ചകൾ നീണ്ടു പോവുകയാണ്. മധു പറഞ്ഞതുപോലെ തന്നെ 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയാത്ത ഒരു സ്ഥിതി തന്നെയാണ്. ഏതായാലും ഇന്നുകൊണ്ട് ഈ ചർച്ചകൾ അവസാനിപ്പിക്കുമോ, ഇന്ന് ഈ പ്രഖ്യാപനം വരുമോ എന്നറിയാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് വലിയ ഭരണ പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെ സർക്കാർ സംവിധാനം ഇല്ലാത്ത സാഹചര്യം ഇപ്പോൾ അത് പരിഹരിക്കുന്നതിനായി ചീഫ് സെക്രട്ടറി ഇപ്പോൾ അടിയന്തര യോഗം വിളിച്ച സ്ഥിതിയൊക്കെ തന്നെ സംസ്ഥാനത്തുണ്ട്. അതിനിടയിലാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരു ഗുരുതര സാഹചര്യം ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഏതായാലും 3 പേരും മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ്. KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഒരു ഇഞ്ച് പോലും 3 പേരും പുറകോട്ട് പോകാൻ തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം, ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമോ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംവിധാനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതൊക്കെയാകാം ഒരുപക്ഷെ ഇപ്പോൾ രാഹുൽ ഖാർഗെയുടെ വസതിയിലെത്തി ചർച്ച നടത്താൻ പോകുന്നത്. ഇന്നലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് നിലപാട് തേടിയിരുന്നു. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേട്ടിരുന്നു. അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനുള്ള മറുപടി കേട്ടു. അതിനുശേഷം രാഹുൽ എത്തുകയാണ് ഖാർഗെയുമായി സംസാരിക്കാൻ. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു അസാധാരണ സാഹചര്യമാണ്. ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. മറ്റ് ഘടകകക്ഷികളിൽ നിന്നും സമ്മർദ്ദമുണ്ടാകുന്നു, വലിയ പ്രതിഷേധമുണ്ടാകുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ, പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ തെരുവിൽ ചോദ്യം ചോദിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അവരെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യം, ഇത്രയ്ക്കും ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെങ്ങനെ? അതിൽ വലിയ ആശ്ചര്യം, വലിയ കൗതുകം, വലിയ ആശങ്ക ഹൈക്കമാൻഡിനുണ്ട്. ഇതോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്കും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കും വലിയ പരാതികളുടെ മഴയെത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഗൗരവമായി തന്നെ ഹൈക്കമാൻഡ് കാണുന്നുണ്ട്. അതുകൊണ്ട് അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഒരു പുനർവിചിന്തനം വേണോ ഇക്കാര്യത്തിലൊക്കെ എന്ന കാര്യം കൂടി ഹൈക്കമാൻഡ് പരിശോധിക്കുകയാണ്. ഏതായാലും MLA-മാരുടെ പിൻബലമാണ്. MLA-മാർ ആരെ പിന്തുണയ്ക്കുന്നു, കൂടുതൽ MLA-മാർ ആർക്ക് അനുകൂലമായി നിൽക്കുന്നു, അവരെ മുഖ്യമന്ത്രിമാരായി തീരുമാനിക്കുക. അതാണ് ഇതുവരെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്. നമുക്കറിയാം, രാജസ്ഥാനിൽ നേരത്തെ സച്ചിൻ പൈലറ്റാണ് തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിന്നത്. പക്ഷേ പിന്നീട് MLA-മാരുടെ പിൻബലം തീരുമാനിച്ചുകൊണ്ട് അന്ന് അശോക് ഗെഹ്ലോട്ടിനെയാണ് മുഖ്യമന്ത്രിയായി തീരുമാനിച്ചത്. ഇതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പല നേതാക്കളുമായി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അപ്പോൾ അതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. ആ നിലപാട് മാറാൻ ഇപ്പോഴത്തെ സമ്മർദ്ദങ്ങൾ കാരണമാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടിയാണോ അവസാന മണിക്കൂറുകളിൽ, നിമിഷങ്ങളിൽ ഈ ചർച്ച നടക്കുന്നത് എന്നുകൂടി നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. മാധു, PR സുനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദില്ലിയിൽ നിർണായകമായ കൂടിക്കാഴ്ച തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്നൊരു പ്രഖ്യാപനം വരും എന്ന പ്രതീക്ഷയിൽ കണ്ണു നട്ടു കാത്തിരിക്കുകയാണ് കേരളം. ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. ആ പ്രഖ്യാപനത്തിലേക്ക് മാത്രം കണ്ണുകൾ നീളുകയാണ്. കുറച്ചു മുമ്പ് നമ്മൾ KC വേണുഗോപാലിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനമുണ്ടായിരുന്നു. അത് വീണ്ടും വീടിനുള്ളിലേക്ക് മാറ്റിയിടുന്ന കാഴ്ചകൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് KC പോകുന്നില്ല തൽക്കാലം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോകാൻ ഒരുങ്ങിയിരുന്നു എന്നതാണ് സത്യം. ഒരുപക്ഷെ മാധ്യമ വാർത്തകൾ കൂടി സജീവമായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച നേരിട്ട് വേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിരിക്കുന്നതാകാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.